സത്യം പറ, അവരെ ഒതുക്കിയത് മോളല്ലേ? വേണമെങ്കിലേ അതൊക്കെ ഒരു സീക്രട്ട് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏതായാലും കൊച്ചമ്മണി ഒന്ന് ഒതുങ്ങി, അത് മതി. അങ്കിളെ, മറ്റൊരു കാര്യമുണ്ട്. അച്ഛന്റെ അമ്മയുടെയും കഥ അങ്കിള് പറഞ്ഞു, പക്ഷേ കല്യാണം കഴിഞ്ഞവരെ പറഞ്ഞോളൂ. അമ്മമ്മ തോക്കെടുത്ത കാര്യം അമ്മമ്മ പറഞ്ഞു കേട്ടു. പിന്നെന്താ അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്? ഞാൻ ജനിച്ചതിന് ശേഷം എന്നെ ഉപേക്ഷിച്ച് അമ്മ അച്ഛനെ വിട്ടു പോവാൻ കാരണം എന്താ? മോളെ ഉപേക്ഷിച്ചു പോയതൊന്നുമല്ല പത്മാവതി മാഡം. അത്ര മനുഷ്യപ്പറ്റില്ലാത്ത സ്ത്രീയൊന്നുമല്ല മോളെ മോളുടെ അമ്മ. ശരിയാണ്, പക്ഷെ അവരുടെ ജീവിതത്തില് ഇത്രയും പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടായി? പിന്നെ ഞാൻ ഇല്ലല്ലോ മോളെ അവരുടെ കൂടെ. പ്രതാപൻ സാറ് രാഷ്ട്രീയത്തിൽ വലിയ തിരക്കുള്ള ആളായി, MLA ആയി, മന്ത്രിയായി. പിന്നെ മഹാദേവവർമ്മ സാറ് മരിച്ചതോടെ സത്യം പറഞ്ഞ ഞാൻ സൂര്യമംഗലം വിട്ടു. ഞാനും രാധയും ഞങ്ങളുടെ കൊച്ചു കുടുംബവും ഇവിടെ വന്ന് താമസമായി. പിന്നെ മക്കളായി, അവരെ പഠിപ്പിക്കുന്ന തിരക്കിലുമായി. ആ ജീവിതം അങ്ങനെ തുടർന്നു. അങ്കിളെ, അവര് തമ്മിൽ മാനസികമായി ആകുന്നതിന്റെ കാരണങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്. മോളെ, ഏത് ദാമ്പത്യ ജീവിതത്തിലായാലും ഒരു കെട്ടുറപ്പ് വേണം, ഒരടിത്തറ. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിലാണ്. ഹൃദയം കൊണ്ട് അന്യോന്യം സ്നേഹിച്ചാൽ മാത്രം പോരാ, ഒരിക്കലും ഉലയാത്ത വിശ്വാസം രണ്ടുപേരും തമ്മിലുണ്ടാവണം. ആ വിശ്വാസം രണ്ടുപേരിൽ ഒരാൾക്ക് ഇല്ലാതായാൽ ജീവിതം തകിടം മറിയും. പ്രതാപൻ സാറിന്റെയും പത്മാവതി മാഡത്തിന്റെയും ജീവിതത്തില് സംഭവിച്ചതാണ്. അങ്കിള് പറഞ്ഞതനുസരിച്ച് അച്ഛനും നല്ലതാ, അമ്മ അതിനേക്കാളും നല്ലതാ. ഈ നല്ല മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ പറ്റുമോ? എന്താ സംശയം? നല്ല മനുഷ്യരെന്ന് പറഞ്ഞ ഹൃദയമുള്ളവര്. ഹൃദയമുള്ളവർക്ക് വികാര വിചാരങ്ങൾ ഉണ്ടാവൂ, അല്ലാത്തവർക്ക് ഒരു പ്രശ്നമില്ല. ജീവന് തുല്യം സ്നേഹിച്ചവരിൽ ഒരാൾ മറ്റൊരാളെ വഞ്ചിച്ചു എന്ന തെറ്റിദ്ധാരണ ആരുടെയെങ്കിലും ഒരാളുടെ മനസ്സിലുണ്ടായാൽ മതിയല്ലോ. സ്നേഹിച്ചവർ ചതിച്ചു എന്ന വിചാരം മനസ്സിലുണ്ടായാൽ അവർക്കത് സഹിക്കാനാവില്ല. ആര് വഞ്ചിച്ചു എന്ന് അങ്കിളി പറയുന്നത്? അവര് രണ്ടുപേരും ആരെയും വഞ്ചിക്കാറില്ല മോളെ. രണ്ടുപേരെയും എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. പിന്നെ എന്താ ഇവിടെ സംഭവിച്ചത്? എന്ത് സംഭവിച്ചെന്ന് മാത്രം എനിക്കറിയില്ല. ഒരു സുപ്രഭാതത്തിൽ രണ്ടുപേരും രണ്ടായി. ഞാൻ കണ്ട രണ്ട് വലിയ മനുഷ്യർ അങ്ങനെ എന്നേക്കുമായി പരസ്പരം പിരിഞ്ഞു. പക്ഷേ മോളിതൊന്നും കേട്ട് വിഷമിക്കണ്ടാട്ടോ. ഇതിന്റെ പുറകെ പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. വെറുതെ വർമ്മ സാറിന്റെ ശത്രുത വരുത്തിയേക്കണ്ട. പിന്നെ ഒരപേക്ഷയുള്ളൂ എനിക്ക്. അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം മോൾക്കൊരു പാഠമാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമാണ്. പരസ്പരം വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇനി ഞാൻ വന്നാലും എന്നെയും ഒരു വിളിപ്പാടകലെ അകറ്റി നിർത്തണം.